റഹ്മാന്റെ വിവാഹമോചനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും പക്ഷേ ഇത് വലിയ ചർച്ചയാണ്, പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങൾ. റഹ്മാന്റെ ഫാൻസിന് ഇപ്പോഴും ചില്ലറ ഫാൻസ് ഒന്നുമല്ല റഹ്മാൻ, അതെ, അതിഭീകരമായിട്ടുള്ള ഫാൻസാണ്. അപ്പോൾ അവർക്കിടയിൽ വലിയ ഞെട്ടലുണ്ടായിട്ടുണ്ട്. റഹ്മാൻ എന്തിനാണ് വിവാഹമോചനം നടത്തുന്നത് എന്നുള്ളൊരു ഞെട്ടലുണ്ട്. വൈകാരികമായി തങ്ങൾ വളരെയധികം അടുത്ത് നിൽക്കുമ്പോഴും തങ്ങൾ വളരെയധികം അകന്നും പോയി എന്നാണ് ഒരു വിചിത്രമായിട്ടുള്ളൊരു ന്യായമാണ് ഇതിന് റഹ്മാന്റെ ഭാര്യയുടെ അഭിഭാഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം കുടുംബത്തിന് ഒരു തുടക്കം മുതൽ തന്നെ ഒരു അടുത്ത് നിൽക്കുന്നതാണ്. അല്ല, റഹ്മാന്റെ ഫാമിലി സത്യം പറഞ്ഞാൽ വളരെ പുവർ ഫാമിലിയായിരുന്നു. റഹ്മാന്റെ അച്ഛൻ ഒരു മ്യൂസീഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഡയറക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ഒരു കയ്യാളായിട്ട് നിൽക്കുക എന്ന് പറയത്തില്ലേ, ആ വാക്കല്ല എക്സാക്ട് ഉപയോഗിക്കുന്നത്, എനിക്കിത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു റഹ്മാന്റെ അച്ഛൻ. ഹി വാസ് ഓൾസോ എ മ്യൂസീഷ്യൻ. റഹ്മാൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പാത പിന്തുടർന്നു. ശേഷം പൊടുന്നനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണം. അങ്ങനെ റഹ്മാൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് റഹ്മാനും ഫാമിലിയും വളരെയധികം കഷ്ടപ്പെട്ടു. ദിലീപ് കുമാർ ആയിരുന്നു ആ സമയത്ത്. വളരെയധികം കഷ്ടപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടി. ഞാൻ വായിച്ചിട്ടുള്ളത് അന്ന് ദിലീപ് കുമാർ ആയിരുന്ന റഹ്മാൻ ആ കൊച്ചു പ്രായത്തിൽ തന്നെ വിശപ്പകറ്റാനായിട്ട് അച്ഛൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടല്ലോ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതെടുത്ത് വാടകയ്ക്ക് കൊടുത്തിട്ട് ആ കാശ് കൊണ്ടാണ് ഉപജീവന മാർഗം പുലർത്തിയിരുന്നത് എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അങ്ങനെ വളർന്നു വന്ന പിന്നീട് പിൽക്കാലത്ത് റഹ്മാൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കോ ഒരു വലിയ രോഗം വരികയും ആ രോഗം പിന്നീട് ചികിത്സിച്ച് മാറ്റാനായിട്ട് സാധിക്കാതെ വരികയും ചെയ്തു എന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവർ ഈ മതം മാറുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് എത്തിയത്. പിന്നീട് അവരുടെ കുടുംബത്തിൻ്റെ ദുരിതം തീർത്തത് ഒരു സൂഫി വര്യനാണ് എന്ന് അങ്ങനെ ഒരു കഥ പ്രചരിക്കുന്നുണ്ട്. അതായത് ഒരു സൂഫി വര്യൻ ഇവരുടെ ഫാമിലിയിൽ വരികയും അദ്ദേഹം വന്നു പോയതിന് ശേഷം ഇവർക്ക് വച്ചടി കയറ്റം ഉണ്ടായെന്നും അങ്ങനെയാണ് ഇവർ പിന്നെ ബഞ്ചായിട്ട് മതം മാറാനായിട്ട് ഒരുങ്ങിയെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ റഹ്മാൻ അന്ന് മതം മാറിയപ്പോൾ അന്ന് ഇവരുടെ ഒരു ഫാമിലി മതം മാറിയില്ല. അത് എന്ന് പറഞ്ഞാൽ ഇവിടെ സഹോദരിയുടെ ഭർത്താവ് ഇവരെ മതം മാറാൻ സമ്മതിച്ചില്ല. അങ്ങനെ അവർ ഇപ്പോഴും ഹിന്ദുവായിട്ട് തന്നെ തുടരുകയാണ്. അവരുടെ മകനാണ് ജി.വി. പ്രകാശ്, സംഗീതജ്ഞനായിട്ടുള്ള ജി.വി. പ്രകാശ് അവരുടെ മകനാണ്. ആ ജി.വി. പ്രകാശാണ് ചിക്ക് ബുക്ക് റെയിലയുടെ ഒരു കൊച്ചുകുട്ടിയുടെ ലൈനൊക്കെ പാടിയിരിക്കുന്നത്. പിന്നീട് ജി.വി. പ്രകാശ് അറിയില്ല, തെറി സിനിമയിലെയൊക്കെ പിന്നെ മദ്രാസ് പട്ടണത്തിൻ്റെ അതൊക്കെ ജി.വി. പ്രകാശ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയാണ് റഹ്മാൻ വളർന്നു വന്നത്. പിന്നീട് റഹ്മാന് ഈ ഇളയരാജ എന്ന് പറയുന്ന അക്കാലത്തെ ഇസൈ ജ്ഞാനി എന്നാണ് ഇളയരാജ പറയുന്നത്. 500 സിനിമകളാണ് റഹ്മാൻ ഇളയരാജയിലൂടെ അസിസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഈ ഇളയരാജയെ ബീറ്റ് ചെയ്യാൻ വേറൊരാളില്ല എന്ന് പറഞ്ഞൊരു ഘട്ടമുണ്ടായിരുന്നു തമിഴ് സിനിമയിൽ. ഇളയരാജ എന്ന് പറഞ്ഞാൽ ഇളയരാജ തന്നെയാണ്, വേറെ ആരുമില്ല. ഇപ്പോൾ ഇളയരാജയെ ബീറ്റ് ചെയ്യാനും ആരുമില്ല. എല്ലാ പ്രൊഡ്യൂസർമാരും ഇളയരാജയുടെ മുമ്പിൽ ചെന്ന് കാത്തു കെട്ടിക്കിടന്നു. ഇളയരാജ പ്രൊഡ്യൂസർമാർക്ക് പറ്റുമെങ്കിൽ പാട്ട് ചെയ്ത് കൊടുക്കും, മനസ്സിലല്ലേ? ഒരു ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ക്രിയേറ്റീവ് പ്രോസസ്സാണല്ലോ. ഇളയരാജ ആ സമയത്ത് അവരെ അകത്തോട്ട് വിളിക്കും. വളരെ പഞ്ചപുച്ഛ മടക്കി ഇളയരാജയുടെ അടുത്തോട്ട് ചെല്ലണം. അടുത്ത് നിന്നിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഇളയരാജ എന്ന് പറഞ്ഞൊരു ടൂണ് കമ്പോസ് ചെയ്യും. ആ ടൂണ് കമ്പോസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ആ കഥാ സാഹചര്യത്തിന് സൂട്ടാവണം, ആ കഥാ രീതിക്ക് സൂട്ടാവണം, ആ പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെടണം, സംവിധായകന് ഇഷ്ടപ്പെടണം, എല്ലാവർക്കും ഇഷ്ടപ്പെടണം. പക്ഷേ ഇളയരാജ കമ്പോസ് ചെയ്തിട്ട് ഇളയരാജ ഒരു 5 മിനിറ്റ് ടൂണ് കമ്പോസ് ചെയ്യും. 5 മിനിറ്റ് ടൂണ് കമ്പോസ് ചെയ്തിട്ട് ഇതാണ് ടൂണെന്ന് പറഞ്ഞ് കൊടുക്കും. അടുത്ത ആൾ വരട്ടെ എന്ന് പറയും. അപ്പോൾ ഉടനെ ഇവിടെ ഇരുന്നിട്ട് സംവിധായകൻ പറയണം, അല്ലേ ഈ ടൂണ് കുറച്ചുകൂടെ മികച്ചതാക്കിക്കൂടെ, വേറൊരെണ്ണം നമുക്ക് പിടിച്ച് നോക്കിയാലോ എന്ന് പറയുമ്പോൾ ഇളയരാജ പറയും, മോളിൽ നോക്കിയിട്ട് പറയും, ആത്താ ഉണക്ക് അവളോതാൻ കൊടുത്താന്ന് പറയും. എന്ന് പറഞ്ഞാൽ ദൈവം നിനക്ക് ഇത്രേ തന്നിട്ടുള്ളൂ, എൻ്റെ ബുദ്ധിയിൽ ഇപ്പോൾ ഇത്രേ വന്നിട്ടുള്ളൂ, നീ ഇതും കൊണ്ട് പോ മക്കളെ എന്ന് ഇളയരാജ പറയും. അപ്പോൾ ഇത് മണിരത്നം എന്ന് പറയുന്ന ഒരു സംവിധായകൻ, അറിയാലോ മണിരത്നം എന്ന് പറയുന്ന സംവിധായകൻ ഇളയരാജയുടെ വലിയ ചങ്കായിരുന്നു മണിരത്നം. ഈ ഇളയരാജ മണിരത്നത്തിൻ്റെ അടുത്ത് എടുക്കാനൊരു ശ്രമം നടത്തി. മണിരത്നത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. മണിരത്നത്തിന് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ മണിരത്നം അന്ന് റഹ്മാനെ പരിചയം ഉണ്ടായിരുന്നു. റഹ്മാൻ എന്ന സംഗീത സംവിധായകനല്ല, ആവണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. റഹ്മാൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, നിനക്ക് ചെയ്തു തരാൻ പറ്റുമോ, ഇത് നമുക്കൊരു പുതിയ പയ്യനെ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് റഹ്മാൻ റോജ എന്ന് പറയുന്ന സിനിമയിലൂടെ ആദ്യമായിട്ട് വരുന്നത്. ഇളയരാജ ഞെട്ടി.
ഇളയരാജ ഞെട്ടി പൊട്ടി തെറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം റോജ എന്ന് പറയുന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും ഹിറ്റ്. കാതൽ റോജാവേ, പിന്നെ മറ്റേ അദ്ദേഹത്തിന്റെ ആദ്യ പാട്ട് മലയാളത്തിലായിരുന്നല്ലോ, പക്ഷെ അത് ഇറങ്ങാൻ ലേറ്റായി. അത് ഇറങ്ങാൻ ലേറ്റായതാണ്. എനിക്ക് യോധ, യോധയിലെ പാട്ടുകൾ എന്താ മോശമാണോ? തമിഴ്നാട്ടിൽ AR റഹ്മാന് ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്ത തുടക്കത്തിൽ തന്നെ AR റഹ്മാൻ ശ്രദ്ധിക്കപ്പെട്ടു. AR റഹ്മാൻ അങ്ങനെ പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇളയരാജ റഹ്മാൻ ഫൈറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് അനിയത്തിയെ പെണ്ണ് കാണാനാണ് പോയത്, അല്ല ചേട്ടത്തിയെ പെണ്ണ് കാണാനാണ് പോയത്, അനിയത്തിയാണ് കെട്ടിയത് AR റഹ്മാൻ. AR റഹ്മാൻ ഇഷ്ടപ്പെട്ടത് അനിയത്തിയാണ്, സൈറ ബാനു. അനിയത്തിയെ വിവാഹം കഴിച്ചു. AR റഹ്മാൻ നല്ലൊരു ആത്മീയ ജീവിതം നയിക്കുകയായിരുന്നു. ആത്മീയ ജീവിതം AR റഹ്മാൻ നയിക്കുന്നുണ്ട്. AR റഹ്മാന് നല്ല രീതിയിലുള്ള ദൈവവിശ്വാസമുണ്ട്. ഒരു ആത്മീയ ജീവിതം AR റഹ്മാൻ നയിക്കുന്നുണ്ട്. നല്ല തമിഴ് കലാചാരം AR റഹ്മാൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഒരു തമിഴൻ എന്ന് പറഞ്ഞ ഒരു പ്രൗഡായിട്ട് AR റഹ്മാൻ കാണുന്നതാണ്. പക്ഷേ പുള്ളി മലയാളിയാണ്, അങ്ങനെ കാണുന്നൊരു വ്യക്തിയാണ്. അങ്ങനെയൊക്കെ ജീവിച്ച AR റഹ്മാനും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും നിരന്തരം അവരുടെ ഫാൻസുകൾക്കിടയിൽ ചർച്ചാ വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അദ്ദേഹവുമായിട്ടുള്ള പ്രണയം ഒരു വിശുദ്ധ പ്രണയമായിട്ടാണ് പല ഫാൻസും കണ്ടിരുന്നത്, നാട്ടുകാർ മുഴുവൻ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് വേർപിരിയേണ്ട വക്കിലാണ്. അത് വേർപിരിയേണ്ട വക്കിലായപ്പോൾ പ്രചരിക്കുന്ന മറ്റ് അപവാദ പ്രചരണങ്ങളെന്ന് പറയുന്നത്, വന്ദന ഷാ എന്ന് പറയുന്ന സൈറ ബാനുവിൻ്റെ നമ്മുടെ അഭിഭാഷക ഈ ലൈംഗിക വിരസതയെക്കുറിച്ച് ഈ ചില പോഡ്കാസ്റ്റൊക്കെ ചെന്നത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും AR റഹ്മാൻ ഉദ്ദേശിച്ചല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ വലിയ ആൾക്കാർ, സെലിബ്രിറ്റീസിനൊക്കെ ലൈംഗിക ശേഷി കുറയുമ്പോൾ അവർ ദാമ്പത്യ ജീവിതത്തിൽ സെക്സിന് വേണ്ടി ക്രേവിങ്സ് ഉണ്ടാകുമ്പോൾ അവർ മറ്റുള്ള അവിഹിതത്തിലേക്ക് പോകും, വൺ നൈറ്റ് സ്റ്റാൻഡ്, വ്യഭിചാരത്തിലേക്ക് പോകും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും AR റഹ്മാൻ ഉദ്ദേശിച്ചല്ല എന്നും അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിനുപരി മോഹിനി ഡേ എന്ന് പറയുന്ന AR റഹ്മാൻ്റെ ബാൻഡിൽ തന്നെയുള്ള ഒരു മ്യൂസീഷ്യൻ, ഒരു ഗിറ്റാറിസ്റ്റ്, ഒരു ബേസിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ആ സ്ത്രീയും വിവാഹമോചിതയായി. ഇപ്പം ഇവർ രണ്ടുപേരെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് കഥകൾ പലതും പ്രചരിക്കുന്നത്. അതായത് മോഹിനി ഡേയും AR റഹ്മാനും തമ്മിൽ എന്തൊക്കെയോ അവിഹിത ബന്ധമുണ്ട്, മോഹിനി ഡേയും AR റഹ്മാനും വിവാഹിതരാവാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പ്രചരിക്കുന്നത്. അപ്പോൾ ഇതിൽ AR റഹ്മാൻ്റെ മക്കളാണ് ഇപ്പോൾ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ AR റഹ്മാൻ്റെ മക്കൾ പറയുന്നത് എന്താണെന്നറിയാമോ? അവർ പറയുന്നത്, എൻ്റെ അച്ഛൻ ഒരു ഇതിഹാസമാണ്. സംഗീത രംഗത്തിന് അദ്ദേഹം നൽകിയ അവിശ്വസനീയമായ സംഭാവനകൾ കൊണ്ട് മാത്രമല്ല, വർഷങ്ങളായി അദ്ദേഹം നിലനിർത്തുന്ന മൂല്യങ്ങളും ബഹുമാനവും സ്നേഹവും കൊണ്ടും അദ്ദേഹം ഇതിഹാസമാണെന്നാണ് അവർ പറയുന്നത്. വ്യാജവും അടിസ്ഥാനരഹിതവുമായ കിംവദന്തികൾ പ്രചരിക്കുന്നത് കാണുമ്പോൾ വളരെ നിരാശ തോന്നുന്നു. ഒരാളുടെ ജീവിതത്തെയും പൈതൃകത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ സത്യത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും ഓർമ്മിക്കാം. അത്തരം തെറ്റായ വിവരങ്ങളിൽ ഏർപ്പെടുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് ദയവായി വിട്ടു നിൽക്കൂ എന്നാണ് AR റഹ്മാൻ്റെ മകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് AR റഹ്മാൻ്റെ പ്രതികരണം ഇതിനകത്ത് എത്തിയിട്ടുള്ളത്, വലിയ രീതിയിൽ ഞാൻ തകർന്നിരിക്കുകയാണ് എന്നാണ് AR റഹ്മാൻ പറയുന്നത്. എനിക്ക് മാനസികമായിട്ട് വലിയ രീതിയിൽ തകർന്ന അവസ്ഥയിലാണ്, സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് AR റഹ്മാൻ്റെ പ്രതികരണം. അപ്പോൾ അതിനിടയിലാണ് ഈ മോഹിനി ഡേയും AR റഹ്മാനുമായിട്ടുള്ള കിംവദന്തികളും പ്രചരിക്കുന്നത്. എന്നാൽ അതിലൊന്നും യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത.